മരുഭൂമിയിൽ മുഖം മറച്ച വ്യക്തിയോടൊപ്പം ഡേവിഡ് ഹെയ്ൻസ് നിൽക്കുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്. തന്റെ മരണത്തിന് ഉത്തരവാദി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഡേവിഡ് കാമറൺ ആണെന്ന് ദൃശ്യത്തിൽ ഹെയ്ൻസ് പറയുന്നു. ISIS-നെതിരെ അമേരിക്കയുമായി കൈകോർത്ത ബ്രിട്ടന്റെ നടപടിയാണ് തനിക്ക് വിനയായതെന്നും മുഴുവൻ ബ്രിട്ടീഷ് പൗരന്മാരും രാജ്യത്തിന്റെ വിദേശകാര്യ നയങ്ങളുടെ ഇരയാവുമെന്നും ഹെയ്ൻസ് കൂട്ടിച്ചേർക്കുന്നു. I hold you, David Cameron, entirely responsible for my execution. You entered voluntarily into a coalition with the United States against the Islamic State. Unfortunately, it is we, the British public, that in the end will pay the price. അതിഹീനമായ പ്രവൃത്തിയെന്നാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഡേവിഡ് കാമറൺ സംഭവത്തെ വിശേഷിപ്പിച്ചത്. എന്നാൽ ദൃശ്യങ്ങളുടെ ആധികാരികത പരിശോധിക്കേണ്ടതുണ്ടെന്നും ബ്രിട്ടൻ കൂട്ടിച്ചേർത്തു. ഫ്രഞ്ച് സംഘടനയിൽ പ്രവർത്തിച്ചു വരവെയാണ് കഴിഞ്ഞ വർഷം 44-കാരനായ ഹെയ്ൻസ് ISIS പിടിയിലാവുന്നത്. നേരത്തെ അമേരിക്കൻ മാധ്യമപ്രവർത്തകരായ ജെയിംസ് ഫോളി, പോൾ സ്കോഡ്ലിഫ് എന്നിവരെ വധിച്ചതായി അവകാശപ്പെട്ടുകൊണ്ട് സമാനമായ രീതിയിൽ വീഡിയോ പുറത്തുവന്നിരുന്നു. ഇതിനെ തുടർന്നാണ് ISIS-നെതിരെ വ്യോമാക്രമണം ശക്തമാക്കാൻ അമേരിക്ക തീരുമാനിച്ചത്. ന്യൂസ് ഡെസ്ക്, മീഡിയ 1.